പത്തനംതിട്ട വെല്ലിമ്പ്രയിലുള്ള ട്രെൻഡ്സിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ട്രെൻഡ്സ് ഇവിടുത്തെ ഒരു ഗ്രോസറി ഷോപ്പാണ്. അപ്പോൾ ഒരുവിധം എല്ലാ ഐറ്റങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു സാരഥികളോട് ഇവിടെ എന്തൊക്കെയാണ് പ്രൊഡക്ട്സ് ഉള്ളത് എന്നാണ് ഇതിൻ്റെ വിശേഷങ്ങളെന്ന് ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ഹലോ. കേരളത്തിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ. അതെ അതെ, എല്ലാം ഉണ്ട്. ഏകദേശം സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് വന്നത്? ഇവിടെ ഒരു ഇതിലേക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊരു ഓഫ് ലൈസൻസ് ആണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വില്ലേജാണ്, അപ്പം കുറച്ച് മലയാളീസ് ഉണ്ട്. അപ്പം ഡെയിലി കിട്ടുന്ന സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്കും ഒരു ഉപകാരമാവുമല്ലോ എന്ന് കരുതി പ്ലാൻ ചെയ്തതാണ്. ഇത് നമ്മുടെ മലയാളികൾക്ക് വേണ്ട സാധനങ്ങൾ കൂടാതെ എനിക്ക് തോന്നുന്നു സാധാരണ ഓഫ് ലൈസൻസ് കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ. പിന്നെ പ്ലസ് ഡേ ടു ഡേ ലൈഫിന് ആവശ്യമുള്ള സാധനങ്ങളും പച്ചക്കറി അങ്ങനത്തെ എല്ലാം ഇംഗ്ലീഷുകാർക്കാണെങ്കിലും നമുക്കാണെങ്കിലും എല്ലാവർക്കും ഉള്ള ഐറ്റംസും ഉണ്ട്. എത്ര നാളായി യു കെയിൽ ഇവിടെ എത്തിയിട്ട്? ഇപ്പോൾ എത്ര വർഷമായി? ഞാൻ 4 വർഷം ആവുന്നേ ഉള്ളൂ. മറ്റ് സാരഥികളാണ് ടോണി, അമൽ, ഇവരോട് വിശേഷങ്ങൾ ചോദിച്ചേക്കാം. ഞാൻ 5-6 വർഷം കഴിഞ്ഞു. നന്നായിട്ട് പോകുന്നു. എല്ലാവരും നല്ല റെസ്പോൺസാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഇത്രയും വലിയൊരു കട ഞാൻ ആദ്യം കണ്ടിട്ടില്ലെന്നു. കാരണം എല്ലാ ഐറ്റംസും ഉണ്ട്. കൂടുതലുള്ളപ്പോൾ എന്തെങ്കിലും ഓക്കെ അല്ലേ? ഒത്തിരി കടയുണ്ട്. ഇതൊന്നും വലിയ കടയൊന്നും അല്ല. ഉള്ളി കടയിലും അതെ മാക്സിമം നമ്മൾ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടെന്നുള്ള ഇതൊന്നും ഒന്നുമല്ല. നീ വലിയ പടുകൂറ്റൻ കടകളൊക്കെ ഉണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഈ ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയ ഇത്രയും വലിയ എന്തെങ്കിലും കേരള ഐറ്റംസ് മാത്രമുള്ള ഒരു കേരള ഐറ്റംസ് മാത്രമല്ല, നമ്മൾ ബാക്കി സാധനം കൂടെ വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇത്ര വലിപ്പം നമുക്ക് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടുന്ന് ഒരു എന്നാ പറയുന്നത് 10-15 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് പോകാതെ വേറെ നമുക്ക് മലയാളി സാധനങ്ങൾ കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ അത് നമ്മളും ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇവിടെ മലയാളികൾ കമ്പാരിറ്റീവ്ലി കുറവാണ് എങ്കിലും നമ്മളൊരു ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇന്നിപ്പോൾ 6 മാസമായി കട തുടങ്ങിയിട്ട്. ഇന്ന് കറക്റ്റ് എക്സാക്ട്ലി 6 മാസമായി. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത ഫിഷും അതുപോലെ തന്നെ മീറ്റും അതെ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ സപ്ലയർ കിട്ടും. നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ വന്നു. അത് ഇപ്പോൾ കാണിക്കാൻ പറ്റാനില്ല, ഫുള്ള് തീർന്നു. ആ ഫ്രിഡ്ജ് കംപ്ലീറ്റ് കാലിയായി. അല്ലെങ്കിൽ ഇപ്പോൾ കാണിക്കായിരുന്നു. വേറെ എന്താ വിശേഷങ്ങൾ ഇതിനെ പറ്റി പറയാനുള്ളത്? എല്ലാവരോടും പറയാനുള്ളത് സുഖമായിട്ട് നന്നായിട്ട് പോകുന്നു. വിശേഷങ്ങൾ കഷ്ടപ്പാടുണ്ട്. പറയുന്നത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. നമ്മൾ എന്നാ പറയുന്നത്, ഇതിപ്പോൾ നമ്മൾ രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ എല്ലാ ദിവസവും വെച്ചേക്കുന്നത്. ഇത്ര സമയം റൺ ചെയ്തുകൊണ്ട് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ 3 പേരും ഉള്ളതുകൊണ്ടാണ് നമുക്കാണെങ്കിലും ബാക്കി എന്നാ പറയുന്നത് വീട്ടിലെ കാര്യങ്ങളും ജോലിയും. പിന്നെ ഇവിടുത്തെ UK എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വൈഫും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പിള്ളേരുടെ സ്കൂളിങ്ങും പരിപാടിയൊക്കെ മാനേജ് ചെയ്ത് പോകണമെങ്കിൽ ഇച്ചിരി ടഫാണ്. അപ്പം അത് ഒറ്റയ്ക്ക് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അവരെ എന്നാലും നമിക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് ഭയങ്കര സംഭവം. അതുപോലെ എനിക്ക് തോന്നുന്നു എല്ലാ ബ്രാൻഡുകളും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരുവിധം എല്ലാ ബ്രാൻഡുകളും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം അരിയിലൊക്കെ ആണെങ്കിൽ തന്നെ ഒന്ന് കൂടുതൽ കേട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ മിക്കവാറും സപ്ലയേഴ്സ് വരാറുണ്ട്. അല്ലെങ്കിൽ ആരുടെയും റെഫറൻസിൽ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ പല കടയിൽ പോകുമ്പം കാണുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ പരമാവധി ഇവിടെ പറ്റുന്ന സ്പേസിൽ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ലാതെ ഇപ്പം പണ്ടത്തെ പോലെയല്ല. UK ഒരുപാട് ബ്രാൻഡുകൾ പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പറ്റാവുന്നതെല്ലാം നമ്മൾ കാരണം പിന്നെ എസ്പെഷ്യലി കസ്റ്റമേഴ്സ് വന്ന് അവരുടെ സജഷൻ പറയും. ഞങ്ങൾക്ക് ഇതാണ് പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ സാധനം നല്ലത് അങ്ങനെയുള്ള. അപ്പം കഴിവതും അടുത്ത ഒരു ഓർഡറിൽ നമ്മൾ അത് എത്തിക്കാൻ നോക്കും. കാരണം അവർക്കും അവരുടെ ഒരു കടയാണെന്ന് തോന്നണമല്ലോ. അവർ പറഞ്ഞ സാധനം നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർക്കൊരു താല്പര്യം തോന്നാൻ വേണ്ടി ഞങ്ങൾ പരമാവധി എത്തിക്കാൻ നോക്കുന്നുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ UK മലയാളികളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു ഷോപ്പാണ് ട്രെൻഡ്സ് വെല്ലിമ്പ്ര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇതിൻ്റെ സംഘാടകരായ അമലും ടോണിയും വിജിത്തൊക്കെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ എന്ത് കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും അത് നമ്മുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പറയുന്നൊരു പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അവർ എത്തിക്കുക. അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വരിക, സഹകരിക്കുക. എല്ലാവരും ഇപ്പോഴത്തെ കുറച്ച് ദൂരം നല്ല എനിക്ക് തോന്നുന്നു മിൽട്ടൺ കെയ്ൻസിൽ നിന്നൊക്കെ ഒരു 30 മിനിറ്റ് ഡ്രൈവിൻ്റെ താഴെയുള്ളൂ. 35 മിനിറ്റേ ഉള്ളൂ മിൽട്ടൺ കെയ്ൻസ്, ബെഡ്ഫോർഡ്, പിന്നെ നമുക്ക് കെറ്ററിങ്, കോർബി. ഇപ്പോൾ കെറ്ററിംഗ് എന്നൊക്കെ ഒരു 5 മിനിറ്റ് താഴെ ഉള്ളൂ ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാ മലയാളികളും ഈ ഷോപ്പിലേക്ക് വരിക, സഹകരിക്കുക. നല്ലൊരു
ഷോപ്പിംഗ് അനുഭവം കൂടിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം വെച്ചാൽ ഇവിടെ ഞാൻ വന്നിടത്തോളം ഇവിടെ എല്ലാവരും നല്ല നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് നമ്മുടെ കൂടെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കൂടെ ഒന്ന് എടുത്ത് നല്ല ഏത് പ്രൊഡക്റ്റാണ് നല്ലതെന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ തന്നെ കഴിഞ്ഞ ഒരു ലേഡി ഉണ്ടായിരുന്നു, പുള്ളിക്കാരി ഈ പ്രൊഡക്റ്റിനൊക്കെ നല്ല ഇതാണ് അങ്ങനെ പറഞ്ഞു തന്ന് നമുക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കും. അപ്പോൾ എല്ലാവരും വന്ന് ഇതിലേക്ക് വന്ന് സഹകരിക്കുക, ഇവരുടെ ഒരു സംരംഭം വിജയമാക്കി കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. ശ്രീജിത്തും പുതിയൊരു യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഡിജിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ശ്രീജിത്തിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക, ശ്രീജിത്തിനെയും കഴിവറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക. അപ്പം ശ്രീജിത്തിന് നല്ലൊരു തുടക്കമാകട്ടെ, അതുപോലെ തന്നെ ഇഷ്ടം പോലെ വീഡിയോസൊക്കെ ചെയ്ത് നല്ല രീതിയിലേക്ക് വളർന്നു വരട്ടെ, UK അറിയപ്പെടുന്ന ഒരു വ്ളോഗറായി മാറട്ടെ. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകളും. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ശ്രീജിത്തിനെ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.